ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള വിഷയമൊന്നുമല്ല. സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുകയും കാണുകയും അറിയുകയും എന്നാൽ ഭൂരിപക്ഷം ആളുകളും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്ന ചില വസ്തുതകളാണ്. പ്രത്യേകിച്ച് എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നു എന്നതിൻ്റെ മറുപടി മതപുരോഹിതന്മാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനി ആരും പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളിൽ നിന്നും വിഭിന്നമായി ഇസ്ലാം മതത്തിലെ പുരോഹിതന്മാരും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഇസ്ലാം മതവും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു? അതൊരു ചോദ്യമാണ്. ആദർശ ഹായ്. അപ്പോൾ ഞാന് എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് നോക്കാം. എനിക്ക് കുറച്ച് വീഡിയോസ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനുണ്ട്. എല്ലാം നമ്മുടെ ഉസ്താദുമാരുടെ വീഡിയോകളാണ്. അതുകൊണ്ട് കുറച്ച് തെറി കൂടുതൽ വരുമായിരിക്കും, പ്രശ്നമില്ല. അല്ലെങ്കിലും എന്നെ പൂമാലയിട്ട് സ്വീകരിക്കലൊന്നും അല്ലല്ലോ മുസ്ലിങ്ങളുടെ ജോലി. തെറി വിളിക്കൽ തന്നെയല്ലേ, കുഴപ്പമില്ല. ഒരു 4 തെറി കൂടുതൽ ഒരു വിളിച്ചോട്ടെ അല്ലേ, വിളിച്ചോട്ടെന്നേ. നിങ്ങൾ എത്ര കൊടിയ പാപികളാണെങ്കിലും നിങ്ങളെ ഞാൻ കൈവിടൂലല്ലോ. എന്നിട്ട് നിങ്ങൾ എന്ത് പാപം ചെയ്താലും ഞാൻ സഹിക്കും. നിങ്ങൾ ആയിരക്കണക്കിന് ആളെ കൊന്ന കൊലയാളിയാണെങ്കിലും ഞാൻ സഹിക്കും. ഒരു ദിവസം നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് മാപ്പാക്കി തരും. നിങ്ങൾ കള്ളനാണ്, കൊള്ളക്കാരനാ, ഞാൻ സഹിക്കും. അതേസമയം എന്റെ സ്ഥാനത്ത് വേറൊരാളെ അത് ഞാൻ സഹിക്കൂല കേട്ടോ. ഇങ്ങനെ ശിർക്കല്ല, മുൻമുന്നാവേ, ശിർക്ക് പാപമല്ല, ശിർക്ക് പാതകമാണ്. പാതകം അല്ലാഹു ചോദിക്കാൻ. അതായത് നിങ്ങൾ എത്ര പേരെ കൊന്നാലും കൊള്ളയടിച്ചാലും കബളിപ്പിച്ചാലും ചതിച്ചാലും വഞ്ചിച്ചാലും ഇനിയും അതല്ല അതിനേക്കാൾ ഏറെ ക്രിമിനൽ കുറ്റങ്ങളായിട്ടുള്ള വ്യഭിചാരം തുടങ്ങി എത്ര വലിയ ബലാത്കാരങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നാലും ശരി, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്. ഈ ഒരൊറ്റ നിബന്ധനയെ പടച്ചറമ്പിനുള്ളൂ. ഈ ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിട്ട് എന്ത് തെണ്ടിത്തരം വേണമെങ്കിലും ചെയ്തോ. പ്രവാചകൻ അത് തന്നെയല്ലേ ചെയ്ത് കാണിച്ചു തന്നത്, പറഞ്ഞു കാണിച്ചു തന്നത്, ചെയ്യാൻ അനുമതി നൽകിയത് അത് തന്നെയല്ലേ. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിട്ടുള്ള കർമ്മശാസ്ത്ര പണ്ഡിതൻ എന്നറിയപ്പെടുന്ന സക്കരിയ സുലാഹിയുടെ വാക്കുകളാണ്. ഒന്നും കൂടി കേട്ടോ, ചെവി നിറയട്ടെ. അല്ലാഹു ചോദിക്കാൻ, നിങ്ങൾ എത്ര കൊടിയ പാപികളാണെങ്കിലും നിങ്ങളെ ഞാൻ കൈവിടൂലല്ലോ. എന്നിട്ട് നിങ്ങൾ എന്ത് പാപം ചെയ്താലും ഞാൻ സഹിക്കും. നിങ്ങൾ ആയിരക്കണക്കിന് ആളെ കൊന്ന കൊലയാളിയാണെങ്കിലും ഞാൻ സഹിക്കും. ഒരു ദിവസം നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് മാപ്പാക്കി തരും. നിങ്ങൾ കള്ളനാണ്, കൊള്ളക്കാരനാ, ഞാൻ സഹിക്കും. അതേസമയം എന്റെ സ്ഥാനത്ത് വേറൊരാളെ അത് ഞാൻ സഹിക്കൂല കേട്ടോ. ഇന്ന ശിർക്കല്ല. അതൊരു തരം മാനസിക രോഗമല്ലേ? ഞാനല്ലാതെ വേറെ ഒരു സൃഷ്ടാവില്ലേ ഇല്ല. ഇതാണല്ലോ പടച്ചോൻ ആത്യന്തികമായിട്ട് ഖുർആനിലൂടെ പറഞ്ഞു വെക്കുന്നത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനോ എനിക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാരുമോ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന വചനത്തെക്കാൾ പ്രാമുഖ്യം മറ്റൊന്നിനും നൽകിയിട്ടില്ല. ഓക്കെ, സമ്മതിക്കുന്നു. അല്ലാഹു അല്ലാതെ വേറെ ഒരു ആരാധ്യൻ ഇല്ലല്ലോ. നിലവിലുണ്ടോ? ഇല്ല. പിന്നെന്തിനിങ്ങനെ പേടിക്കുന്നേ? അയ്യോ, ഇല്ലാത്ത പടച്ചോനെ വിളിച്ച് ആരാധിച്ചാൽ എന്തോ ഉണ്ടാവാനാ? ഒന്നും ഉണ്ടാവാനില്ലല്ലോ. പക്ഷെ എന്നാലും ഞമ്മന്റെ പടച്ചോൻ അതിനനുവദിക്കില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു കുഴപ്പമില്ല. എത്രത്തോളം നിങ്ങൾക്ക് പാപം ചെയ്യാമെന്നറിയാമോ? അതും പടച്ചോൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പടച്ചോൻ ചെയ്തായിരുന്നാലും ശരി, പടച്ചോൻ പഠിപ്പിച്ചതായിരുന്നാലും പ്രവാചകൻ ചെയ്തതായാലും അതിൻ്റെതായിട്ടുള്ള കുറച്ച് ശരികളുണ്ട്. ആ ശരികൾക്ക് ചില മാനദണ്ഡങ്ങളുമുണ്ട്. അത് പടച്ചോൻ പറയണം, നബി അണ്ണൻ ചെയ്യണം. നബി അണ്ണൻ ചെയ്തു എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പിൻപറ്റിക്കോണം. പിന്നീട് അപ്പീലില്ല.
അപ്പീൽ ഉണ്ടാകാൻ പാടില്ല. കാരണം പ്രവാചകൻ വ്യഭിചരിച്ചിട്ടുണ്ടോ? അംഗീകരിക്കണം. പ്രവാചകൻ ശിശുക്കളെ ഭോഗിച്ചിട്ടുണ്ടോ? അത് അംഗീകരിക്കണം. പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ടോ? അത് അംഗീകരിക്കണം. പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ടോ? പ്രവാചകൻ പലായനം ചെയ്തിട്ടുണ്ടോ? പ്രവാചകൻ കൊന്നിട്ടുണ്ടോ? പ്രവാചകൻ ബലാത്കാരത്തിന് അനുമതി നൽകിയിട്ടുണ്ടോ? ഇതെല്ലാം സമ്മതിച്ചാൽ ഒരു പ്രോബ്ലവുമില്ല. അത് അൺലിമിറ്റഡ് ആണ് കേട്ടോ. പടച്ചോൻ പറഞ്ഞതല്ലാതെ ലാ യൻതഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പ്രവാചകൻ എന്തൊരു കാര്യവും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ആളല്ല. ആ പ്രവാചകൻ എന്ത് കാര്യം ചെയ്താലും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അല്ലാതെ ചെയ്യില്ല. അതാണ് ആ പ്രവാചകന്റെ പ്രത്യേകത. അതുകൊണ്ട് ആ പ്രവാചകൻ ചെയ്യുന്ന സകലമാന തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും തന്തയില്ലായ്മയും അങ്ങനെ തന്നെ അംഗീകരിക്കണം. അതിന് ലിമിറ്റില്ല. അത് എത്രത്തോളമാണെന്നറിയാമോ? മുഹമ്മദ് നബി ക്രൂരത ജീവിതത്തിലും ചെയ്യാത്ത, കാരുണ്യം മാത്രം ചെയ്ത, ഞാൻ പറയുന്നു മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ്. കാര്യം മനസ്സിലായില്ലേ? ക്രൂരത ഒരിക്കലും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ 1000 പേരുടെ തല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണെന്ന്. എന്തു ചെയ്യും? ഇതുപോലെയുള്ള കുറച്ചു മണ്ടന്മാരായിട്ടുള്ള, ആരുടെ കോൺസെപ്റ്റിലാ മണ്ടന്മാര്? മുസ്ലിങ്ങളുടെ കോൺസെപ്റ്റിലാണ് ഇവര് മണ്ടന്മാര്. ശരിക്കും നമ്മുടെ കോൺസെപ്റ്റിൽ പറഞ്ഞാൽ ഇവര് ബുദ്ധിമാന്മാരാണ്. മതഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം ആശയങ്ങൾ വിഷലിപ്തമായിട്ടാണെങ്കിലും ഇവരെ ജനമധ്യത്തിൽ എത്തിക്കുന്നില്ലേ? അത് ചർച്ച ചെയ്യാൻ ഇവരായിട്ടൊരു വേദി ഉണ്ടാക്കുന്നില്ലേ? ആ പ്രവാചകനെ ട്രോളിക്കൊണ്ടാണ് ബാലുശ്ശേരി തുടങ്ങുന്നത് തന്നെ. ക്രൂരത ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ 1000 ആളുകളുടെ തലയരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് അനിഷേധ്യമായിട്ട് വന്ന് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ പ്രവാചകൻ തലയരിഞ്ഞു ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? നമ്മൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരാളെ കുറിച്ചിട്ട് പ്രവാചകൻ യുദ്ധക്കൊതിയനാണ്, പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആരും പറയുന്നതല്ല. നിങ്ങളുടെ പ്രമാണങ്ങളിലുള്ള വസ്തുതകളല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്താൻ പറ്റില്ല എന്ന് അനിഷേധ്യമായി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ പ്രവാചകന്റെ എല്ലാ തെണ്ടിത്തരങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായും പ്രതിപാദിക്കുന്നു. ഇന്ന് ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഫ്ലൈ വിത്ത് മീ എന്നുള്ള വ്യക്തി എഴുതുവാണ്, മടിയിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, പ്രായമാകുമ്പോൾ അത് ഞാൻ വിവാഹം കഴിക്കും. അതിന് മുസ്നദ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന 25636 ഹദീസാണ് റഫറൻസ് വെക്കുന്നത്. മുഹബീബയുടെ വിഷയമാണ്. അതായത് മുറ്റത്ത് മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ലോകത്തേതെങ്കിലും ഒരു മനുഷ്യന് കാമദാഹത്തോടുകൂടി അതിനെ നോക്കാൻ സാധിക്കുമെങ്കിൽ അത് ഈ ഭൂമുഖത്തെ പ്രവാചകന് മാത്രമാണ്. ഇവര് ചെയ്യുന്ന തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും അല്ലേ ഈ ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നത്? ഇവര് കാണിക്കുന്ന യുദ്ധക്കൊതിയും രക്തക്കൊതിയും കാരണമല്ലേ ലോകം മുഴുവനും ഇന്ന് ഭീതിയിൽ അകപ്പെട്ടിരിക്കുന്നത്? എല്ലാ ലോകരാജ്യങ്ങളും ലക്ഷക്കണക്കിന് പണം വാരിക്കോരി ചെലവഴിക്കുന്നത് ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറ അല്ലാന്ന്. അപ്പോ ഈ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ നിങ്ങൾക്ക് മാന്യനായേക്കാം. ഈ പ്രവാചകൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ, പിൻപറ്റാൻ, അത് പ്രചരിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കാം, ആയിക്കോട്ടെ എന്ന് കരുതി എല്ലാവരും അതേ കാറ്റഗറിയിലായിരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ല, ധാർമ്മിക മൂല്യങ്ങളും മാനവിക മൂല്യങ്ങളും ജീവിതത്തിൽ പകർത്തുന്ന, എല്ലാവരെയും ഒരേപോലെ മനുഷ്യനായി കാണാൻ സാധിക്കുന്ന, കുഞ്ഞിനെ കുഞ്ഞായും ഉമ്മയെ ഉമ്മയായും പെങ്ങളെ പെങ്ങളായും കാണാൻ സാധിക്കുന്ന
വലിയ ഒരു മാനവ സമൂഹത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ ഈ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നേതാവിന്റെ മൊറാലിറ്റിയും പൊക്കിപ്പിടിച്ചു വരുന്നത് എന്ന് നിങ്ങൾ മറക്കരുത്. ആ പ്രവാചകൻ നിങ്ങൾക്ക് മാന്യനായിരിക്കാം. ഒരു പക്ഷേ താലിബാനികൾ ചെയ്തു കൂട്ടുന്ന, ഐസിസുകാര് ചെയ്തു കൂട്ടുന്ന, ഇറാനികൾ ചെയ്തു കൂട്ടുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും മനുഷ്യരഹിതമായിട്ടുള്ള കൃത്യങ്ങളും നിങ്ങൾക്ക് മഹത്വമുള്ളതായി തോന്നിയേക്കാം എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. അതാണ് തീവ്രവാദം. ആ പ്രവാചകന്റെ മൊറാലിറ്റി നിങ്ങൾ പിൻപറ്റിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കത് തെണ്ടിത്തരമായിട്ടാണ് തോന്നുന്നത്. നല്ല തന്തയുണ്ടാക്കി നല്ല വാപ്പയ്ക്ക് ജന്മമെടുക്കണം. നല്ല ഉമ്മ നല്ല രൂപത്തിലുള്ള ശിക്ഷണങ്ങൾ കൊടുത്തു വളർത്തണം. എന്നാൽ മാത്രമേ മറ്റുള്ളവരെ ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്താനും പഠിക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ ഇത്തരം തെമ്മാടിത്തരങ്ങളൊക്കെ എന്തോ മഹത് കർത്തവ്യമാണ്, കർമ്മമാണ് എന്ന് വിശ്വസിച്ച് ഇതൊക്കെ അവർ ചെയ്തു പോകും.